യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ ലാസർ എന്ന് പറയുന്ന ഒരാളുടെ മരണവും ഈശോ അവിടെ ചെയ്ത അത്ഭുതവും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാമോ? ഇത് നമ്മുടെ ജീവിതത്തെ വല്ലാണ്ട് യാക്കോബ് ശ്ലീഹ പറയുന്ന പോലത്തെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണിത്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ലാസർ മരിച്ചിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഈശോ വരുന്നത്? 4. മനുഷ്യൻ, മൃഗങ്ങൾ, പക്ഷികൾ ഇതെല്ലാം മരിക്കും. ഏറ്റവും വേഗത്തിൽ ചീയുന്നതും പുഴുപിടിക്കുന്നതും ഏതിലാണ്? മനുഷ്യൻ്റെ ശരീരത്തിലാണ്. ഏറ്റവും വേഗത്തിൽ ചീയുന്നതും പുഴുവാകുന്നതും മനുഷ്യൻ്റെ ശരീരത്തിലാണ്. 4 ദിവസം കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ശരീരം മുഴുവൻ പുഴുക്കളുടെ കൂടായിരിക്കും എന്നാണ് പറയുന്നത്. 4 ദിവസം കഴിഞ്ഞാൽ. ലാസർ മരിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്തല്ല കാലത്ത്. അന്ന് മോർച്ചറിയോ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒന്നുമില്ല. ഈ മൃതശരീരം സൂക്ഷിക്കാനുള്ള സംവിധാനം ഒന്നും ഇല്ലായിരിക്കും. 4 ദിവസം കഴിഞ്ഞ് അടക്കി സിമിത്തേരിയിൽ സംസ്കരിച്ചു. 4-ാമത്തെ ദിവസമാണ് ഈശോ വരുന്നത്. ഇനി നിങ്ങൾ ലാസറിൻ്റെ വീട്ടിലെ ഒരാളെ പോലെ നിന്ന് വചനം കേൾക്കുക. ഞാനും ആ വീട്ടിലുണ്ടായിരുന്ന ഒരാളെ പോലെ നിന്ന് ഈ വചനം വായിക്കുകയാണ്. ഈശോ 4-ാമത്തെ ദിവസം അവിടെ വരുന്നു. സഹോദരി പറയുന്നു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കുകയില്ലായിരുന്നു. ഈശോ പറഞ്ഞു, അവൻ ഉയർത്തെഴുന്നേൽക്കും. സഹോദരി പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുദ്ധാനം ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. അവർ തമ്മിലുള്ള സംഭാഷണമാണ് കുറച്ചു നേരം. അതിനുശേഷം ഈശോ ചോദിക്കുന്നു, എവിടെയാ സിമിത്തേരി, എവിടെയാ അടക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചു. അങ്ങനെ സിമിത്തേരിയിലേക്ക് ഈശോ ചെല്ലുന്നു. എഴുതിയിട്ടുണ്ട് ആ സിമിത്തേരിയുടെ പ്രത്യേകത അതൊരു ഗുഹയായിരുന്നു എന്ന്. അതൊരു ഗുഹയാണ്, ഗുഹ. ഈശോ അവിടെ ചെന്നപ്പോൾ ലാസറിന്റെ സഹോദരിയോട് പറഞ്ഞൊരു വചനം പറയട്ടെ, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. ഹല്ലേലൂയ. ആ വാക്കൊന്നും കൂടി ഒന്ന് രണ്ടായിട്ട് ഒന്ന് മുറിച്ച് കേട്ടെ. വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണും. അപ്പോൾ വിശ്വസിച്ചാൽ എന്ത് സംഭവിക്കും? കാണാൻ പാകത്തിലുള്ള അനുഗ്രഹത്തെ ദൈവം കൊണ്ടുവരും. വിശ്വസിച്ചാൽ. അപ്പോൾ ചില ആൾക്കാർ എന്നോട് ചോദിക്കും, വിശ്വസിച്ചാൽ എങ്ങനെയാച്ചാ കടബാധ്യത മാറുന്നേ? വിശ്വസിച്ചാൽ എങ്ങനെയാച്ചാ ഈ പ്രതിസന്ധി മാറുന്നേ? വിശ്വാസവും ഇത് തമ്മിൽ എന്താ ബന്ധം? വിശ്വസിച്ചാൽ എങ്ങനെയാ മരിച്ചുപോയവൻ ഉയർത്തു വരുന്നേ? വിശ്വസിച്ചാൽ എങ്ങനെയാ 4 ദിവസമായി മരിച്ചു കിടന്നവൻ പുഴു പിടിച്ചിരിക്കുന്ന ശരീരം പുഴുവില്ലാണ്ട് വരുന്നേ? അതെങ്ങനെയെന്ന് എനിക്കറിയില്ല. വിശ്വസിച്ചാൽ കടബാധ്യത മാറോ? എനിക്കറിയില്ല. വിശ്വസിച്ചാൽ മരിച്ചുപോയി ഉയർക്കുവോ? ഉയർത്തെഴുന്നേൽക്കുമെങ്കിൽ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നത് ഏതു കാര്യത്തിലാണേലും ദൈവത്തിൻ്റെ മഹത്വം ആ വിഷയത്തിൽ കാണാൻ കഴിയുന്ന വിധത്തിൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കും എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഇനി ഈശോ അവിടെ നിന്നപ്പോൾ കണ്ടത് എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. കണ്ട കാര്യം, ഈശോ കണ്ട ഒരു കാര്യം എഴുതിയിരിക്കുകയാണ്. ഒരു വലിയ കല്ല് അവിടെ ഇരിക്കുന്നത് ഈശോ കണ്ടു. എവിടെ ഇരിക്കുന്നത്? സിമിത്തേരിയിൽ, കല്ലറയിൽ. അതിൻ്റെ മുന്നിൽ ഒരു വലിയ കല്ലുരുട്ടി വച്ചിരിക്കുന്നത് കണ്ടു. ഈശോ അവിടെ നിന്നു. ഇനി 3 സ്റ്റേജ് പറയട്ടെ. ഈശോ നിൽക്കുന്നത് എന്നെ പോലെ ഞാൻ നിൽക്കുന്ന ഒരു സ്ഥലത്ത്. ഏകദേശം ഈ ഒരു ഭാഗത്ത് കല്ലും ഗുഹയുമായിട്ടിരിക്കുന്നു. ഇവിടെ നിന്നിട്ട് ഈശോ പറയുവാണ്, ആ കല്ലിനെ നോക്കി ആളുകളോട് പറയുവാണ്, ഈ കല്ല് എടുത്ത് മാറ്റണം. ഒരു കല്ല് ഏതൊക്കെ വിധത്തിൽ മാറ്റാൻ പറ്റും? എടുത്തു മാറ്റാം, ഉരുട്ടിയും മാറ്റാം. പറ്റുമോ? എന്തുകൊണ്ട് ഈശോ ഉരുട്ടി മാറ്റണ്ട, എടുത്തു മാറ്റിയാൽ മതി എന്ന് പറഞ്ഞു? രണ്ടിനും പ്രത്യേകതകളുണ്ട്. ഉരുട്ടി മാറ്റുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടാം, അതിന് 2 പേര് മതി, ഒരാളൊക്കെ മതി. എടുത്തു മാറ്റണമെങ്കിലോ കൂടുതൽ അധ്വാനം, കൂടുതൽ ആള്, കൂടുതൽ ശക്തി വേണം. ഈശോ എന്തിനായിരിക്കും എടുത്തു മാറ്റാൻ പറഞ്ഞത്? എന്തിനാ ഇത് പറഞ്ഞത്? ഒരു അത്ഭുതം നടക്കണമെങ്കിൽ ഈശോ അന്നേരെ പറഞ്ഞു എടുത്തു മാറ്റണമെന്ന്. ഹല്ലേലൂയ. എല്ലാ വർഷവും എല്ലാ 6 മാസം കൂടുമ്പോഴൊക്കെ ദൈവവചനം കേൾക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ്. ഒരൊറ്റ കാര്യം നമ്മൾ ചെയ്യാൻ പരാജയപ്പെട്ടു പോകും. ഞാൻ അടക്കം എന്നെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് പറയുന്നത്.
ഞാൻ വേറൊരാളായി നിന്നുകൊണ്ടല്ല പറയുന്നത്, ഞാനും ഇതിനകത്തെ ഒരു ഭാഗമായി നിന്നുകൊണ്ട് പറയട്ടെ. നമ്മളെല്ലാം പരാജയപ്പെടും, ദൈവവചനം കേൾക്കും, കൈയടിച്ചൊരു പാട്ടുപാടും, തൊണ്ണ പൊട്ടുന്ന വിധത്തിൽ നമ്മൾ സ്തുതിക്കും. പ്രാർത്ഥന കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പോലും ശബ്ദമില്ലാതെ ചിലപ്പോൾ വരും. എന്നിട്ട് ചിലപ്പോൾ നമ്മൾ പറയും ധ്യാനം ഭയങ്കര അഭിഷേകമായിരുന്നു എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? എടുത്തു മാറ്റേണ്ടതിനെ എടുത്തു മാറ്റിയിട്ടില്ല. ശ്രദ്ധിച്ച്, ഈശോ അത്ഭുതം ചെയ്യാൻ അവിടെ വന്നപ്പോൾ ആദ്യം പറഞ്ഞത് എടുത്തു മാറ്റണമെന്നാണ്. ഈ 20 വർഷം അല്ലെ 20 വർഷമായി നടക്കുന്ന കാഞ്ഞൂർ കൺവെൻഷനിൽ ദൈവത്തിൻ്റെ ജീവനുള്ള വചനം പറയാൻ എന്നെ മൈക്കുമായി ഇവിടെ നിർത്തിയ ദൈവം ഒരുപക്ഷെ എന്നോടും നിങ്ങളോടും ചിലപ്പോൾ പറയുന്നത് എടുത്തു മാറ്റണമെന്ന് തന്നെയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളെല്ലാവരും കുമ്പസാരിക്കുന്നവരാണ്. നമ്മൾ പാപം എടുത്തു മാറ്റുകയാണോ ചെയ്തിട്ടുള്ളത്, ഉരുട്ടി മാറ്റുവാണോ ചെയ്തിട്ടുള്ളത്? നമ്മൾ ഉരുട്ടി മാറ്റുകയോ ചെയ്തിട്ടുള്ളത്. ഉദാഹരണം, ഇനി 25 ക്രിസ്മസ് വരാൻ പോവാ. അപ്പോൾ 25 നോമ്പ് തീരുന്നതിന് മുമ്പ് നമ്മൾ ചില പാപങ്ങൾ ഉരുട്ടി മാറ്റും. 25 വൈകുന്നേരം തന്നെ ഉരുട്ടിയതെല്ലാം കൂടെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. നമ്മൾ അങ്ങോട്ടൊന്ന് ഉരുട്ടും, ഇങ്ങോട്ടും ഒന്ന് ഉരുട്ടും. ഈ ഉരുണ്ടുകളി തുടങ്ങിയിട്ട് ഇപ്പം വർഷം 20ആയി. നമ്മൾ ഉരുട്ടുക ചെയ്യുന്നത്. പാപം ഏറ്റുപറഞ്ഞ് എടുത്തുപേക്ഷിച്ചിട്ടില്ല പലതും. ഈശോ പറഞ്ഞ് ഉരുട്ടണ്ട, എടുത്തു മാറ്റിയാൽ മതിയെന്ന്. ഭയങ്കര അർത്ഥമുണ്ട് അതിനകത്ത്. ഇനി അവിടെയുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞോ, അത് ഞങ്ങൾ വേണ്ട പോലെ ചെയ്തോളാം, കല്ല് മാറ്റാൻ പറഞ്ഞാൽ മതി, ഉരുട്ടണോ എടുക്കണോ എന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം, അതിപ്പം ഈശോയ്ക്ക് പറയേണ്ട കാര്യമില്ല, ഇങ്ങനെ പറഞ്ഞാൽ പോരെ, എങ്ങനെയല്ലോ ആ കല്ലൊന്ന് മാറ്റാവോ എന്ന് ചോദിച്ചാൽ പോരെ. ഈശോ ഒരു വഴി പറഞ്ഞു കൊടുത്തു, കല്ല് എടുത്തു മാറ്റണം. പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തോടും നിങ്ങളുടെ ഹൃദയത്തോടും പറയുന്നൊരു വാക്കാണ്, ആ പാപം ഉരുട്ടി മാറ്റണ്ട, എടുത്തു മാറ്റണം. ആ ബന്ധം എടുത്തു മാറ്റണം. ആ ഒരു കാര്യം, ആ ഒരു ബന്ധം, ആ ഒരു സ്നേഹം, ആ ഒരു പാപം, ആ ഒരു സമയം ഉരുട്ടണ്ട, എടുത്തു മാറ്റണം. കോംപ്രമൈസ് ഇല്ല അതിനകത്ത്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ.